നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത്, ഇന്നലെ നമ്മൾ ജലനിധിയുടെ കാര്യം സംസാരിച്ചു, താൽക്കാലിക നിയമനം അല്ലെങ്കിൽ നിയമനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് 7/10/2025 പാർലി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടിയുടെ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനവുമായിട്ട് ബന്ധപ്പെട്ടും പഞ്ചായത്തിലെ വണ്ടിയുടെ ഉപയോഗം ബന്ധപ്പെട്ടും അറിയിക്കേണ്ടതായിരിക്കും. അതായത് എൻ്റെ ചോദ്യം 4, 5, 6 ചോദ്യങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടി, അതായത് 2014 മുതൽ 2025 വരെ ഉള്ള നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും വണ്ടി ഓട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ്. ആ ചോദ്യത്തിന് അവർ മറുപടി തന്നിരിക്കുന്നത്, പഞ്ചായത്തിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയാൻ യുവജന ക്ഷേമ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇടത്തര സ്കൂളോടൊപ്പം ഒട്ടിയിരിക്കുന്ന ഒരു ഓഫീസിൻ്റെ കാര്യം പറയുന്നത്, നമ്മുടെ പാർലി ഹെൽത്ത് സെൻറ്റർ, ഹോമിയോപ്പതി സെൻറ്റർ, ഈ കാര്യങ്ങളിൽ ഇവിടെയൊക്കെ നടന്ന നിയമനത്തിനെ കുറിച്ച് ആണ് ഞാൻ താങ്കളുടെ ഓരോരുത്തരുടെയും മുന്നിലും ഞാൻ അറിയിക്കുന്നത്. ഇത് പൊതുജനങ്ങൾ നമ്മൾ അറിയണം. പഞ്ചായത്തിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് പുറത്ത് അറിയാൻ കഴിയും. ഇത് അഴിമതിയിലിരുന്ന് അഴിമതി മുക്ത പഞ്ചായത്തായി നമുക്ക് മാറ്റുവാൻ പറ്റും. അപ്പോൾ ഇതോടൊപ്പം അംഗൻവാടി കാര്യങ്ങളിലും ഞാൻ പൊതുജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് 2014 മുതൽ അവർ തന്നിരിക്കുന്നത്, ഇവർ താൽക്കാലിക നിയമനം നടത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ നിയമപരമായിട്ട് കത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫീസിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് സീനിയോറിറ്റി ലിസ്റ്റ് വാങ്ങിച്ചിട്ടല്ല ഇവർ ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂ കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വൈസ് പ്രസിഡന്റ്, മെമ്പർ, ഇവരൊക്കെ കൂടിയിട്ട് ഇവരാണ് ഇൻ്റർവ്യൂ കമ്മിറ്റി അംഗങ്ങളാണ് അത്ര. അപ്പോൾ ഇതിൽ സർക്കാരുടെ ജിഒ ഇല്ല, ജോയിൻറ്റ് ഡയറക്ടറുടെ കത്തില്ല, സെക്രട്ടറിയുടെ കത്തില്ല. അതായത് പഞ്ചായത്തിലെ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാർ സ്ഥലത്തിലിരുന്ന് യാതൊരു മുൻകൂട്ടി അറിയിക്കലും ഇല്ല, അറിയിപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെ നിയമനം നടത്തിയിട്ടുണ്ട്. ഈ നിയമനം നിങ്ങൾക്ക് തോന്നുന്നോ സത്യസന്ധമായിട്ടുള്ള നിയമനം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശോധിക്കാം. നമ്മുടെ പാർലി പഞ്ചായത്തിലെ ഇവർ തന്ന മറുപടി വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു ഉദ്യോഗസ്ഥയ്ക്കാണ് ജില്ലാ എംപ്ലോയ്മെൻറ്റ് മുഖേന സ്ഥിര നിയമനം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇവർ രേഖാമൂലം തന്ന മറുപടിയിൽ താൽക്കാലികമായിട്ട് നിയമിച്ചു, ജോയിൻറ്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നിയമിച്ചു, സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം നിയമിച്ചു എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഇന്ന ജിഒ പ്രകാരമാണ് ഞങ്ങൾ നിയമിച്ചത്. സർക്കാരുടെ ജിഒ പ്രകാരം ഏതൊരു പോസ്റ്റിംഗ് ചെയ്യുമ്പോഴും സർക്കാരുടെ ജിഒ നിർബന്ധമാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ നിർബന്ധമാണ്, അതിൻ്റെ സംവരണം നിർബന്ധമാണ്. ഗ്രൂപ്പ് ഡി പ്രകാരം ചെയ്യുകയാണെങ്കിൽ ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. അംഗൻവാടി ഒഴിച്ച് ബാക്കി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഗ്രൂപ്പ് ഡി പ്രകാരം ആണെങ്കിൽ അത് ജാതി സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിലെയാണ്, ജിഒൻ്റെ അടിസ്ഥാനത്തിലെയാണ്, സർക്കാരുടെ ജിഒൻ്റെ അടിസ്ഥാനത്തിലെയാണ്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. രണ്ടാമത് കാര്യം, വണ്ടി ഓടിച്ചതിൻ്റെ കാര്യം. അതായത് എൻ്റെ ചോദ്യം 7, 8, 9, 10 ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞിരിക്കുന്നത് 2014 മുതലാണ് കേട്ടോ. ഞാൻ 2014 മുതൽ 2025 വരെ ഈ 10 കൊല്ലത്തിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, വണ്ടി എവിടെ പോയി എന്നറിയില്ല, വണ്ടി എവിടെ വന്നെന്നറിയില്ല. പക്ഷേ ഇതിൽ ഒന്നും തന്നെ നിങ്ങൾ നോക്കേ, ഇവിടെ ഒരു മാസം, അതായത് 1, 2, 3, 4 മാസത്തിൻ്റെ ബില്ലിൻ്റെ എമൗണ്ട് ഇല്ല. 5ാമത് മാസം ഒരു ബില്ല് എമൗണ്ട് കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് എത്ര? 23,000 റുപ്യ, 23,746 റുപ്യ. 2016 കാര്യം ഞാൻ പറയുകയാണ്. ഇവർ 5 മാസം ഓടിച്ചിട്ട് 23,746 എന്ന് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വണ്ടി 5 മാസമായിട്ട് 23,746 ഓടിയിട്ടുള്ളത് അല്ല, യഥാർത്ഥത്തിൽ അതല്ല. അതേമാതിരി നോക്കേ, 1, 2, 3, 4ാമത് മാസം 2014, 4 മാസം കഴിഞ്ഞിട്ട് 5ാമത് മാസം
11,760 ബില്ലിന് കാണിച്ചിരിക്കുന്നത്. അതായത് അവർ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നോക്കേ, ഇവർ അതായത് ഒരു വണ്ടി ഓടിക്കുമ്പോൾ, സർക്കാരുടെ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. സർക്കാരുടെ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി എവിടേക്കാണ് പോകുന്നത്, അത് എന്ത് ആവശ്യത്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത് ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. ഇത് പൊതുജനങ്ങളായ നമ്മൾ അറിയണം, നിങ്ങൾ അറിയണം. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ നാട്ടിലുള്ളവർ ഓരോരുത്തരും ഇത് അറിയണം. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളായ. മൂന്നാമത് ഏറ്റവും വലിയ ഒരു ഭയങ്കര ഒരു വിഷയം എന്ന് വെച്ചാൽ, പറളിയിൽ 42 അംഗൻവാടി ഉണ്ട്. 42 അംഗൻവാടികളിൽ നിയന്ത്രിക്കുന്നത് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് പാലക്കാട് ICDS പ്രോജക്റ്റ് ഓഫീസാണ്. ആ ഓഫീസിലിരുന്ന് ഒരു ഉദ്യോഗസ്ഥ, അതായത് 1957 പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ 2025 വരെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ സസ്പെൻഷൻ ആയതായിട്ട് ഇവരുടെ ചരിത്രത്തിലില്ല. കാരണം അത്രമാത്രം ഇവർ അത്രമാത്രം ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. 2019, 2020, 2021 കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഇവിടെ 6 മാസം സസ്പെൻഷൻ ആയിട്ടുണ്ട്. കാരണം നിയമവിരുദ്ധമായിട്ട് നിയമനം നടത്തിയതിൻ്റെ പേരിലെയും നിയമവിരുദ്ധമായിട്ട് പ്രൊമോഷൻ കൊടുത്തു എന്ന പേരിലെയും ഇവർക്ക് ഇഷ്ടക്കാരുടെയുമാണ് ഇവർ തിരികെ കയറ്റുക. ഇവർക്ക് ഇൻക്ലാബ് ജിന്ദാബാദ് വിളിക്കുന്നവരെ തിരികെ കയറ്റുക. ഇവരുടെ വർത്തമാനത്തിന് അടിമയായിട്ട് നിൽക്കുന്നവരെ, ഭരണപക്ഷത്തിന് അടിമയായിട്ട് നിൽക്കുന്നവരെ തിരികെ കയറ്റുക. ഇതിൻ്റെ പേര് അഴിമതിയല്ലേ? ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടിയല്ലേ? ഇത് പൊതുജനങ്ങൾ നമ്മൾ ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ഈ നാട്ടിലുള്ള ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം ഏതായിക്കോട്ടെ, പക്ഷെ നമ്മൾ ഇത് ഒന്നൊന്ന് ചിന്തിക്കണം. ചിന്തിച്ചാൽ മാത്രമേ ഇത് അഴിമതിരഹിത പറളി പഞ്ചായത്തായി നമുക്ക് മാറ്റുവാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്ന, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം.